റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ സൗദിയിൽ നടന്ന ചർച്ച ഏകദേശം വിജയം കണ്ടുവെന്ന് വാർത്തകൾ വരുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കാര്യങ്ങൾ എത്തിയേക്കാമെന്ന അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. രണ്ടാം വട്ടം അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപ് അതിൽ തലയിടുകയും ചെയ്തു. രണ്ടുപേരും അങ്ങ് അടുക്കാത്തതിനാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് തലയൂരാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനായാണ് റഷ്യയ്ക്ക് കൂടി സ്വീകാര്യമായ സൗദി അറേബ്യയെ ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത്. യുക്രൈനെയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കാതെ ട്രംപ് ഇങ്ങനെ സമവായ നീക്കവുമായി മുന്നോട്ടു പോകുന്നതും വ്ളാഡിമിർ സെലൻസ്കിക്ക് വൻ പ്രഹരമായി മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി റഷ്യയുമായുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുപ്പിക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നത്. തന്നെ ധിക്കരിച്ച് അങ്ങനെ മറ്റു സഖ്യകക്ഷികൾ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കട്ടെ എന്ന നിലപാട് ട്രംപും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രനാളും കൂടെ നിന്ന ഫ്രാൻസിന് പക്ഷേ യുക്രൈനെ അങ്ങ് തനിച്ചാക്കാനും വയ്യ. അതുകൊണ്ട് കടുത്ത തീരുമാനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധമുഖത്ത് തങ്ങളുടെ രാവണൻ എന്ന് വിശേഷിപ്പിക്കുന്ന മിറാഷ് 2000 പോർവിമാനങ്ങൾ യുക്രൈനിൽ എത്തിച്ചിരിക്കുകയാണ് ഫ്രാൻസ്. റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതൊരു ഭീഷണിയെയും ചെറുക്കാൻ ഈ മിറാഷ് യുദ്ധവിമാനങ്ങൾക്ക് കഴിയും. ഫ്രഞ്ച് കമ്പനി ദസാൾട്ട് നിർമ്മിച്ച ഈ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ F-16S വിമാനങ്ങളെക്കാളും 10 മടങ്ങ് പ്രഹരശേഷിയുള്ളതാണ്. ലേസർ ഗൈഡഡ് ബോംബുകൾ കൃത്യമായ സ്ഥലത്ത് വർഷിക്കുന്നതിൽ ഏറെ വിജയിച്ചിട്ടുള്ള പോർവിമാനമാണ് മിറാഷ്. മിറാഷിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ, കൃത്യമായി പ്രയോഗിക്കുന്ന ടെക്നോളജിയും സോഫ്റ്റ്വെയറുകളും മികച്ചതാണ്. സിംഗിൾ മീറ്റ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് മിറാഷ് 2000. പരമാവധി വേഗം മണിക്കൂറിൽ 2495 കിലോമീറ്ററാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ 1199 പോർവിമാന ദൗത്യങ്ങളിൽ 500 എണ്ണവും മിറാഷ് ഉപയോഗിച്ചായിരുന്നു. കാർഗിലിൽ ഇന്ത്യ 9 ലേസർ ബോംബുകളാണ് പ്രയോഗിച്ചത്. ഇതിൽ 8ഉം കൃത്യമായി പ്രയോഗിക്കാൻ സഹായിച്ചത് മിറാഷ് ആയിരുന്നു. ഏകദേശം 240 ആക്രമണ ദൗത്യങ്ങളിൽ മിറാഷ് പങ്കെടുത്തിട്ടുണ്ട്. ഈ ദൗത്യങ്ങളിൽ 55,000 കിലോഗ്രാം ആയുധങ്ങളെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഉയർന്ന വ്യോമപരിധികളിൽ വരെ മിറാഷ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ടൈഗർ ഹിൽ, മുന്തോ ധാലോ, പോയിന്റ് 4388 എന്നിവിടങ്ങളിലെ ദൗത്യങ്ങളിലും മിറാഷ് പങ്കെടുത്തിട്ടുണ്ട്. എത്ര ഉയരത്തിൽ പറന്നും ലേസർ ഗൈഡഡ് ബോംബുകൾ കൃത്യമായി പ്രയോഗിക്കാൻ മിറാഷിന് സാധിക്കുമെന്നതാണ് പ്രത്യേകത. കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ മിറാഷ് ടെക്നോളജിക്ക് പ്രത്യേക കഴിവുണ്ടെന്നാണ് മിക്ക പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. സാറ്റലൈറ്റുകൾ, ഡ്രോണുകൾ എന്നിവയുടെ സഹായത്തോടെ കൃത്യമായ മാപ്പിംഗ് നടന്നാൽ പിന്നെ മിറാഷ് പൈലറ്റ് കൈകാര്യം ചെയ്തുകൊള്ളും. ഒരു ടാർഗറ്റ് പിൻ പോയിന്റ് ചെയ്താൽ പിന്നെ കൃത്യമായി ആക്രമണം നടത്തിയിരിക്കും എന്നുറപ്പാണ്. റഡാറിന്റെ കണ്ണുവെട്ടിച്ച് താഴ്ന്നു പറക്കാനും മിറാഷിന് സാധിക്കും. ചില പോർവിമാനങ്ങൾക്ക് ഉയരങ്ങളിൽ നിന്ന് കൃത്യമായ ആക്രമണം നടത്താനാകില്ല. എന്നാൽ മിറാഷിന്റെ ലേസർ ടെക്നോളജി ഉപയോഗിച്ച് എത്ര മുകളിൽ നിന്നായാലും ആക്രമണം നടത്താനാകും. പ്രധാനമായും റഷ്യയുടെ ഭീഷണി തടയുകയെന്നതാണ് യുക്രൈനിലെത്തിയ മിറാഷുകളുടെ ദൗത്യം. എങ്കിലും കാര്യങ്ങൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം റഷ്യക്കെതിരെ പട്ടാളത്തെ അയച്ചാൽ ഈ രാജ്യങ്ങളെ റഷ്യ നേരിട്ട് ആക്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇതിനുള്ള സൈനിക മുൻകരുതലുകൾ ഇതിനകം തന്നെ റഷ്യ സ്വീകരിച്ചു കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം യുക്രൈന് പിന്തുണ നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ റഷ്യ നാറ്റോക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ യൂറോപ്യൻ രാജ്യത്തെ ആക്രമിക്കാൻ റഷ്യ സൈന്യത്തെ സജ്ജമാക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സെലൻസ്കി പുറത്തുവിട്ടിട്ടുണ്ട്. 3 വർഷമായി നടക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തെ ഇതുവരെ യുദ്ധമായി റഷ്യ പ്രഖ്യാപിക്കാതിരുന്നതിനാൽ തന്നെ ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം സൈനികരും ഇപ്പോഴും ഈ പ്രത്യേക സൈനിക നടപടിയിൽ പങ്കാളിയായിട്ടില്ല. മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളും റഷ്യ യുക്രൈന് നേരെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. ഇതെല്ലാം യൂറോപ്പിനെ കീഴടക്കാനുള്ള റഷ്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത്. പാരീസിൽ വിളിച്ചു ചേർത്ത യൂറോപ്യൻ നേതാക്കളുടെ അടിയന്തര ഉച്ചകോടിയും ഈ ഭീതിയിൽ വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. റഷ്യയുടെ അടുത്ത സഖ്യകക്ഷിയായ ബെലാറസിൽ 1,50,000 സൈനികരുടെ ഒരു വലിയ സേനയെ പരിശീലിപ്പിക്കാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറെടുക്കുന്നതായി സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ രേഖകൾ താൻ കണ്ടതായും ഈ നിർണായക വിവരങ്ങൾ യുക്രൈനിന്റെ സഖ്യകക്ഷികളുമായി പങ്കിട്ടതായും സെലൻസ്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈൻ പങ്കെടുക്കാതെ എടുക്കുന്ന ഒരു സമാധാന കരാറും താൻ അംഗീകരിക്കില്ലെന്നും
സെലൻസ്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുക്രൈൻ ഒരു ദിവസം റഷ്യ ആയേക്കാം എന്ന ട്രംപിന്റെ പരാമർശവും സെലൻസ്കിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് അവശേഷിക്കുന്ന യുക്രൈൻ സൈന്യത്തിന്റെ മനോവീര്യവും കെടുത്തുന്നതാണ്. യൂറോപ്പിന് മാത്രമായി ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ കഴിയില്ലെന്നതാണ് അമേരിക്കയുടെ പുതിയ നിലപാട്. വ്ളാഡിമിർ പുടിൻ യൂറോപ്പിനെ ആക്രമിക്കാനാണ് അവസരം കാത്തിരിക്കുന്നതെന്നാണ് ജർമ്മൻ ചാൻസലറും സംശയിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കുന്നതുവരെ പുടിൻ കാത്തിരിക്കുകയാണോ എന്നതിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കം നാറ്റോയെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നാണ് ഫ്രാൻസും മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ മിറാഷ് 2000 വിമാനങ്ങൾ ഫ്രാൻസ് എത്തിച്ചിരിക്കുന്നത്.